NRD ലേഖ ഇവരുടെ പ്രേമത്തിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. 9ാം ക്ലാസ് മുതൽ ഇവർ പ്രേമത്തിലാണ്. ഇവരൊരു സ്കൂളിൽ പഠിച്ചിരുന്ന അവരങ്ങനെ പ്രേമത്തിലായി. പക്ഷേ അഖിൽ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മർച്ചൻ്റ് നേവിയിൽ ജോലി കിട്ടി. അപ്പോൾ ഇവർക്കൊരു ഇടവേള കിട്ടി. ആ ഇടവേളയിൽ ഇവർ കത്ത് മുഖേനയും ഫോൺ മുഖേനയൊക്കെ അവരെ ബന്ധം വളരെയധികം ഊട്ടി ഉറപ്പിച്ചു. അങ്ങനെ മർച്ചൻ്റ് നേവിയിലെ ജോലി ഉപേക്ഷിച്ച് നമ്മുടെ അഖിൽ നാട്ടിലെത്തിയിട്ട് ലേഖയെ കല്യാണം കഴിച്ചു. ഒരു 3 കൊല്ലം മുമ്പ് സോഷ്യൽ മീഡിയ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണം. ലേഖയ്ക്കാഞ്ചനെങ്കിൽ 2 അച്ഛന്മാരാണ്. അമ്മ ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിലുള്ളതാണ് ലേഖ. പിന്നെ രണ്ടാമത് അമ്മ വേറെ കല്യാണം കഴിച്ചു. കല്യാണത്തിന് 2 അച്ഛന്മാരും ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോകളും ഫോട്ടോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ 9ാം ക്ലാസ് മുതൽ പ്രേമത്തിലായ വ്യക്തികൾ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അഖിലിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മർച്ചൻ്റ് നേവിയിലെ ഒരു 3 ലക്ഷത്തോളം ഇപ്പോൾ രൂപയുള്ള ശമ്പളമുള്ള ഒരു പൈസ വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് യൂട്യൂബറായി. അപ്പോൾ ലേഹിം യൂട്യൂബറാണ്. അങ്ങനെ ഇവർക്ക് ലക്ഷങ്ങളാണ് വരുമാനം. മാസത്തിൽ 2 പേരും കൂടി ലക്ഷങ്ങൾ വരുമാനം. ഒരു ഭയങ്കര ആർഭാടമായി ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർക്കൊക്കെ അസൂയ കുശുമ്പ് എല്ലാം മൂക്കുന്നു. കാരണം എന്താണ്, ഇവർ ഇത്രയും സെലിബ്രിറ്റികൾ 2 പേരും ഇങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. ഇവർ ഇത്രയും സന്തോഷമായി ജീവിക്കുന്നത്. ഇതിൽ അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് അസൂയയും കണ്ണുകടിയും എല്ലാം കൂടിയിട്ട് എല്ലാ ശാപങ്ങളും വരെ മേൽക്കുന്നുണ്ട്. ഇവർ വീഡിയോ ഒക്കെ കാണും, മില്യൺ ഫോളോവേഴ്സൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇവരോട് ഭയങ്കര അസൂയ. മലയാളികൾക്ക് അസൂയ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ അസൂയ മൂത്ത് എന്തുണ്ടായി, ലേഖ ഒരു കിളിയുടെ കൂടെ, ബസ്സിലെ കിളികൾക്ക് ഇപ്പോൾ നല്ല മാർക്കറ്റാട്ടാ, ഞാനും നാളെ കിളിയായിട്ട് ജോലി കിട്ടുമെന്ന് നോക്കട്ടെ, കിളിയുടെ കൂടെ പോയി. അപ്പോൾ ഈ അഖിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബംഗ്ലാവ്, കാറ്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ലേഖരെ പറഞ്ഞാലിന് ഒരു വലിയ വില കൂടിയ കാറാണ് സമ്മാനമായിട്ട് കൊടുത്തത്. ലേഖനെ ഇങ്ങനെ കയ്യിൻ്റെ അടിയിലാണ് കൊണ്ടുപോകണത്. മഹാരാജ എന്ന് പറഞ്ഞൊരു സിനിമ 2 പേരും കൂടി പ്രൊഡ്യൂസ് ചെയ്തു. പടം 8 നിലയിൽ പൊട്ടി, അത് പോട്ടെ. അതിലിപ്പോൾ നായകനായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അതൊക്കെ ശരി. അങ്ങനെ നിൽക്കുന്ന കാണാനും നല്ലൊരു ചെക്കനാണ് നമ്മുടെ അഖിലെന്ന് പറയണത്. ഈ അഖിലിനേക്കാളും എന്തുണ്ട് ഈ കിളിക്ക്? വെറും 500 രൂപ മാത്രം ശമ്പളം ദിവസം കിട്ടുന്ന കിളി ഇത്രയും ആഡംബര ബംഗ്ലാവിൽ ഇത്രയും വലിയൊരു ആളുടെ കൂടെ നാടറിയുന്ന ഒരു സെലിബ്രിറ്റി കൂടെ ജീവിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ അഖിലിനില്ലാത്തത് എന്താണ് നമ്മുടെ ഈ ബസ്സിലെ കിളിക്കുണ്ടായെന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആർഭാടമായുള്ള കാറോ ബംഗ്ലാവോ അല്ലെങ്കിൽ സ്വത്തോ ഇതൊന്നല്ല ആവശ്യം. ബസ്സിലൊരു കിളിയായാലും മതി. അപ്പോൾ ഈ കിളിയായിട്ടുള്ള ബന്ധം തുടങ്ങണം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തോ ഒരു ടെസ്റ്റ് എഴുതാനായിട്ട് കുറേ കാലം മുമ്പ് തന്നെ പോവാറുണ്ട്. അപ്പോൾ ഒരു 2 പ്രേമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അന്ന് പരിചയപ്പെട്ടുള്ളൊരു കിളീന് ഇദ്ദേഹം. അങ്ങനെ ഇപ്പോൾ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഖിലിന് എന്നെ നോക്കാൻ നേരമില്ല. അഖിലിന് എപ്പോഴും കണ്ടൻറ്റിൻ്റെ പിന്നാലെയും സിനിമയുടെ പിന്നാലെയും ആണ് ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് അഖിലിനെ എനിക്കിഷ്ടമില്ല എന്നാണ് പറയണത്. ഈ ബസ്സിലെ കിളിക്ക് അഖിലിനേലും പ്രായമുണ്ട്. കാണാൻ അത്ര വലിയ അഖിലിനേക്കാളും കാണാൻ അത്ര വലിയ വെടുപ്പൊന്നല്ല. പിന്നെ ഇപ്പോൾ എന്തായാലും ഒരു ഇടത്തരക്കാരനാവുമല്ലോ. ഇടത്തരക്കാരനേക്കാളും താഴെയിലാവും ഈ ബസ്സിലൊരു കിളിയായിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടക്ടറാകുമ്പോൾ ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ട്. കിളിയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ബസ് കഴുകണം, ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉള്ള കഷ്ടപ്പാട് പിടിച്ച ഒരു ജോലിയാണ്. അപ്പോൾ ആ ഒരു ഇത്രയും വലിയ സെലിബ്രിറ്റി എന്നാൽ ഈ ലേഖനെ കാണാൻ നല്ല സുന്ദരിയാണ്. അപ്പോൾ ഇവർ 2 പേരും നല്ല മാച്ചിങ്ങാണ്. അതുകൊണ്ടുള്ള ആൾക്കാർക്ക് അസൂയയും കുശുമ്പും എല്ലാം കൂടി ഒരുമിച്ച് വന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം കൂടും കിടക്കൊക്കെ എടുത്തിട്ട് രാത്രിയിൽ ഇട്ട നെയ്റ്റി ഇട്ടിട്ടുണ്ട്. അതിന് കൂടെ കുറേ പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് നമ്മുടെ ബസ്സിലത്തെ കിളി അവിടെ കാറും കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്. ആ കാറിലും കയറി അവർ നാട് വിട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒളിച്ചു പറയേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. അതിനെ ഇഷ്ടമല്ല, ഓക്കെ. അപ്പോൾ മാന്യമായിട്ട് പിരിയുക. നമുക്ക് ഒത്തുപോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാന്യമായി പിരിയുക. ഞാൻ ഡൈവോഴ്സ് നോട്ടീസ് അയച്ചിട്ട് അതിൽ ഒപ്പിട്ടിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കണ്ടക്ടറെ കൂടിയോ ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടിയോ അല്ലെങ്കിൽ മണ്ണുവെട്ടിക്കാരൻ്റെ കൂടിയോ കൂലിപ്പണിക്കാരൻ്റെ കൂടിയോ അല്ലെങ്കിൽ വല്ല ബംഗാളിയുടെ കൂടിയോ ഒക്കെ പോവാം. ആരും ഒന്നും പറയില്ല. ഇത് 2 പേര് സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ ഇവരിങ്ങനെ ഒളിച്ചോടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ച് വളരെ അധികം ചർച്ച ചെയ്യുന്നു. സോഷ്യൽ മീഡിയ നിങ്ങളിട്ടിട്ട് കത്തിക്കുന്നുള്ളൂ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അഖിൽ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യനെ കാണാനില്ല. ഭാര്യ എവിടെയോ പോയി എന്നുള്ള അന്വേഷണത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്ങനെ വന്നിട്ട് CCTV പരിശോധിച്ചപ്പോഴാണ് അറിയണത് ഈ നെയ്റ്റി ഇട്ടിട്ട് അതിലും ആ നെയ്റ്റും കൊണ്ടാണ് ഓടിപ്പോയി നോക്കുന്നത്. കുറേ ബാഗുണ്ട്, കാശൊക്കെ ആവുമല്ലോ, കുറേ സ്വർണ്ണൊക്കെ ആവും. ആവശ്യമുള്ള സാധനങ്ങളും കൂട്ടും കിടക്കും ഒരെല്ലാം മക്കി എടുത്തിട്ടാണ് കൊണ്ട് ഓടിപ്പോണത്.
ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ പ്രേമം സ്നേഹം 9ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പ്രേമം സ്നേഹം എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചാൽ അതൊക്കെ അധോഗതിയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേമമല്ല ഇവിടെ കാര്യം, ഇവിടെ മറ്റു പലതുമാണ് ആവശ്യം. ആ മറ്റു പലതും ഞാനത് വിശദീകരിച്ചൊന്നും പറയുന്നില്ല, അതൊക്കെ ഒന്നും ശരിയായിട്ടുള്ള നടപടിയല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനായിട്ടൊന്നും അത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ ഇവർ രണ്ടുപേരെ കുറിച്ചും വലിയ വെടുപ്പായുള്ള കാര്യങ്ങളൊന്നും അല്ല കേൾക്കണത്. ഇപ്പോൾ ഈ ലേഖ പറയുന്നുണ്ട് വേറെ ഏതൊരു പെണ്ണായിട്ട് അഖിലിന് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അഖിൽ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്നെ വെറുതെ വിടൂ എന്നാണ് സോഷ്യൽ മീഡിയയോട് പറയുന്നത്. ഞാനും പറയണത് തന്നെ, അദ്ദേഹം ഒരുപാട് തളർന്ന് വിഷമിച്ച് ഒരു ഭാര്യ ഒളിച്ചോടി പോയി അതിൻ്റേതായുള്ള മാനസിക സമ്മർദ്ദം കൊണ്ടിരിക്കണം. ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണ് അഖിലിന് ലേഖനെ. ലേഖ വന്നതിന് ശേഷമാണ് അഖിലിന് ഉയർച്ചകൾ ഉണ്ടായെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് അയാൾ തളർന്നിരിക്കുന്നത്, വിഷമിച്ചിരിക്കുന്നത്, കഷ്ടപ്പെട്ടിരിക്കുന്നത്, മുഖത്ത് വലിയൊരു ചാക്ക് ഇട്ടിട്ടായിരിക്കുന്നത്. അയാളെങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. ഇതൊരു വെറും ഒരു ഒളിച്ചോട്ടായിട്ട് നമ്മൾ മാത്രം കണ്ടാൽ മതി. ഇതിനെ വെറുതെ പറഞ്ഞ് വലുതാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇവരെ ബന്ധത്തിനെ കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും വീഡിയോ ചെയ്യുന്നു, അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് താല്പര്യം ഉണ്ടായി ചെയ്യുന്നതല്ല, നമ്മുടെ വിഷയം ഇതല്ല. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത